ഹലോ ഹായ്, നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് മെയിനായിട്ട് പഠിക്കാൻ പോകുന്ന ബക്ക് കൺവേർട്ടറിനെ കുറിച്ച്. ബിഫോർ നോയിങ് ദാറ്റ് 3 കൺവേർട്ടേഴ്സ്, ഇതെല്ലാ പരീക്ഷയ്ക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യനും ഒരുവിധം ചോദിക്കുന്ന ഒരു സാധനമാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ ഈ ഒരു കൺവേർട്ടറിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ ഒരു 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡക്ടർ എന്നാണ്. ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് ഡയോഡ്, സ്വിച്ച്, ഇത് 4ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. 4നെയും പറ്റി അറിയാതെ നമുക്കൊരിക്കലും പവർ ഇലക്ട്രോണിക്സോ അതിലത്തെ കമ്പോണൻസോ പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഫ്രം ബേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡക്ടർ. ഇതിനെ നമ്മൾ എൽ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഇൻഡക്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന കറണ്ടിന്റെ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇതിന് കറണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന കറണ്ടിൽ ചേഞ്ചുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് നമ്മളുടെ ഇൻപുട്ടിലെ കറണ്ട് എന്ന് പറയുന്നത് വരുന്നത് ഇടയ്ക്ക് ഓണോ ഇടയ്ക്ക് ഓഫോ അങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതേ സമയത്ത് ഈ ഇൻപുട്ടിലെ കറണ്ട് വരുന്നത് ഇങ്ങനെയാണ് എന്ന് കരുതാം. ഈ സമയത്ത് ഇൻഡക്ടർ ഇതേപോലെ, ഇതിപ്പോൾ 0 പെട്ടെന്ന് മാക്സിമത്തിലേക്ക് എത്തി. ഈ 0യിൽ നിന്ന് പെട്ടെന്ന് മാക്സിമത്തിലേക്ക് എത്തുവാൻ നമ്മുടെ ഇൻഡക്ടർ വുഡിൻ്റെ അലോ ദാറ്റ്, ഇൻഡക്ടർ അതിന് സമ്മതിക്കത്തില്ല. സോ ഇൻഡക്ടർ പറയും നേരെ മാക്സിമത്തിലേക്ക് പോകണ്ട, പയ്യെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പതുക്കെ വിടത്തുള്ളൂ. സോ അതേസമയം ഇത് ചാർജ് ആവുകയും ചെയ്യും കേട്ടോ, ഇതിൽ ചാർജ് സ്റ്റോർ ആവുകയും ചെയ്യും. പയ്യെ മാത്രമേ കറണ്ടിനെ കൂടാനായിട്ട് ഇൻഡക്ടർ അനുവദിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ ഇത് കഴിഞ്ഞോ പെട്ടെന്ന് 0 ആയി, അതിന് ഇൻഡക്ടർ സമ്മതിക്കത്തില്ല. ഇൻഡക്ടർ പറയും പയ്യെ കുറഞ്ഞാൽ മതി എന്ന് പറയും. അതേപോലെ തന്നെ ഇത് റിപ്പീറ്റ് ആയി കൊടുക്കും, പതുക്കെ കൂടുകയും പതുക്കെ കുറയും. കറണ്ടിന്റെ പെട്ടെന്നുള്ള ചേഞ്ചിനെ സമ്മതിക്കാത്ത ഒരു കമ്പോണന്റ് ആണ് നമ്മുടെ ഇൻഡക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ നമ്മൾ ഈ ഇൻഡക്ടർ പറഞ്ഞ പോലെ തന്നെയാണ്, ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ് ഗ്രാഫ് വരിക. പക്ഷേ കപ്പാസിറ്ററിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വോൾട്ടേജ് ആണ് എന്ന് മാത്രം. ഇൻഡക്ടർ കറണ്ട് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് പറഞ്ഞ ഇൻപുട്ട് വോൾട്ടേജ് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ പറയും അനിയ നിൽ എന്ന് പറഞ്ഞിട്ട് പയ്യെ കൂടുക പയ്യെ കുറയുക, പയ്യെ കൂടുക, ഇങ്ങനെയാണ്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ചേഞ്ചസിനെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അടുത്തതെന്ന് പറയുന്നത് സ്വിച്ച്. സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നോർമൽ സ്വിച്ച് പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ സ്വിച്ച് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. പക്ഷേ സ്വിച്ച് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക, അത് തന്നെയാണ് ഒരു സർക്യൂട്ടിൽ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ്, വിച്ച് മീൻസ് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നമ്മുടെ സിഗ്നൽസിന് യൂസ് ചെയ്തിട്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്ഫെറ്റ്, IGBT അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ സ്വിച്ചസ് ആയിട്ട് സാധാരണ പവർ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. സോ സ്വിച്ച് എന്ന് പറയുന്നത് ആക്റ്റീവ് നമ്മുടെ നോർമൽ സ്വിച്ച് പോലെ തന്നെയാണ്. പക്ഷേ ഒരു സെക്കൻഡിൽ 1000 തവണ 2000 തവണയൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ച് കൺട്രോളുകൾ വഴി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയോഡാണ്. ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കലി വാൽവ്സ് നമ്മൾ യൂസ് ചെയ്യില്ല. വാൽവ് എന്തിനാണ് യൂസ് ചെയ്യുക? ഒരു സൈഡിലേക്ക് മാത്രം ഫ്ലോ ചെയ്യാൻ. അതേപോലെ ഡയോഡ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രം കറണ്ട് ഫ്ലോ ചെയ്യാനാണ്. ഒരു സൈഡിലേക്ക് മാത്രം കറണ്ട് ഫ്ലോ ചെയ്യും, അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചു വരുന്ന കറണ്ടിനെ സമ്മതിക്കത്തില്ല. സോ ഒരൊറ്റ സൈഡിലേക്ക് മാത്രമേ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കുള്ളൂ എന്നുള്ളതാണ് എന്തിൻ്റെ പ്രത്യേകത, നമ്മളുടെ ഡയോഡിൻ്റെ പ്രത്യേകത. സോ ഹിയർ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു കൺവേർട്ടറും സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ബേസ് ആണ്. ഇത് അറിയാണ്ടിരിക്കലും നമുക്കിത് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ബേസ് പറഞ്ഞത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഇൻ ടു ദ ബക്ക് കൺവേർട്ടർ. ബക്ക് കൺവേർട്ടർ നമുക്ക് വരയ്ക്കാൻ ഫസ്റ്റ് തന്നെ പഠിക്കാം. ബക്ക് കൺവേർട്ടർ വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നേരെ പോകുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്വിച്ച് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പോകുന്ന വഴിക്ക് ഒരു സ്വിച്ച് വെച്ച് കൊടുക്കുക, പിന്നെ ഒരു ഇൻഡക്ടർ വെച്ച് കൊടുക്കുക, ദെൻ ഇവിടെ ഒരു ഡയോഡ് വെച്ച് കൊടുക്കുക. ആക്ച്വലി നമ്മുടെ ഈ ഒരു ബക്ക് കൺവേർട്ടർ കഴിഞ്ഞു. ബട്ട് ഹിയർ നോർമലി എല്ലാ ഫിഗറിലും നമുക്ക് ഒരു കപ്പാസിറ്റർ കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ വർക്കിംഗ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ വലിയൊരു റോളില്ല എന്ന് മനസ്സിലാവും. പക്ഷേ എന്തിനാണ് നമ്മൾ ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റ് പറയാം. നമുക്ക് തൽക്കാലം ഒരു പേര് കൊടുക്കാം. ഇൻഡക്ടറിന് L എന്ന് കൊടുക്കാം. ഇത് റെസിസ്റ്റർ അല്ലെങ്കിൽ ഏതൊരു ലോഡ് നമുക്ക് R എന്ന് ഞാൻ കൊടുത്തു. ഇത് ഡയോഡ്, ഇത് സ്വിച്ച്. ഓക്കെ, ഇതിന് രണ്ട് മോഡാണുള്ളത്. എന്ന് വെച്ചാൽ സ്വിച്ച് ഓൺ ആകുമ്പോഴും സ്വിച്ച് ഓഫ് ആകുമ്പോഴുള്ള 2 മോഡ്. ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ഞാൻ ഒരു ഗ്രാഫ് വെച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇതിന് 2 മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് സ്വിച്ച് ക്ലോസ് ആവുന്ന സമയത്തുള്ളതാണ്. സോ ഫസ്റ്റ് മോഡ് എന്ന് പറയുമ്പോൾ സ്വിച്ച് ക്ലോസ് ആവുക എന്ന് ഇമാജിൻ ചെയ്യുക. സോ സ്വിച്ച് ക്ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഏത് കൂടെ കറണ്ട് പോകും? ബൈ ലുക്കിംഗ് നിങ്ങൾക്ക് പറയാൻ പറ്റും കറണ്ട് താണ്ടേ ഇത് കൂടെ ഇറങ്ങുമോ? ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒറ്റ ഡയറക്ഷൻ, ഈ ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ പോകാൻ സമ്മതിക്കത്തുള്ളൂ. ഇതിപ്പോൾ റിവേഴ്സ് ബയാസാണ്, ടെക്നിക്കലി പറഞ്ഞത് റിവേഴ്സ് ബയാസ് അതുകൊണ്ടാണ്. സോ ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആവും. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് കുറച്ചിങ്ങോട്ടും പോവും, ബാക്കി ലോഡിലേക്കും പോയിട്ട് നേരെ തിരിച്ചു വരും. ഇതാണ് ഫസ്റ്റ് സംഭവിക്കുക. ഇതെന്ത്, സ്വിച്ച് ക്ലോസ് ആവുന്ന സമയത്താണ്.
ഓക്കെ, ഇനി നമുക്ക് സ്വിച്ച് ഓപ്പൺ ആവുന്ന സമയത്തുള്ള കേസ് നോക്കാം. ഓപ്പൺ ആവുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓപ്പൺ ആവുന്നതാണ് ആയിരിക്കുന്നത്. ഇത് സ്വിച്ച് ഓപ്പൺ ആവുന്ന സമയത്ത് ഇതിലൂടെ കണക്ഷൻ ഇല്ല. സോ ഇവിടെ ഒന്നുമില്ല. ഇനി ആകെയുള്ളത് ഇൻഡക്ടർ മാത്രം. ഇൻഡക്ടർ എന്താണ്? ഓൾറെഡി ചാർജ്ഡ് ആണ്. സോ ചാർജ്ഡ് ആയിട്ടുള്ള ഇൻഡക്ടർ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. സോ ഇത് പയ്യെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ചാർജ് ചെയ്തിട്ട് ഇതിലൂടെ പോകും. ഇതിലൂടെ പോകുന്ന സമയത്ത് എന്ത് ഇത് ഫോർവേഡ് ബയാസിലാവും. സോ ഇതിലൂടെ ഇങ്ങനെ കടത്തിവിടും. ഈ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും കേട്ടോ. ഡിസ്ചാർജിങ് സമയത്ത് പോസിറ്റീവ് ഓടി നെഗറ്റീവ് ഓടിയും. സോ ഇങ്ങനെ പോകുമ്പം ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. ഡയോഡിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് സെയിം ആകുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസിലും കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇത് എന്ത് ഫ്രീ വീൽ ചെയ്യാമെന്ന് പറയും. അതുകൊണ്ടാണ് ഇതിനെ ഫ്രീ വീലിംഗ് എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കറക്കുന്നുണ്ട് അല്ലെങ്കിൽ കറക്കി വിടുന്നുണ്ട്. ഫ്രീ വീലിംഗ് ഡയോഡ് എന്ന് വിളിക്കാം. ഓക്കെ, സെറ്റ് ആയല്ലോ. ഇത്രയേ ഉള്ളൂ ബക്ക് കൺവേർട്ടർ എന്ന് പറയുന്നതിൻ്റെ വർക്കിംഗ്. സോ സിമ്പിൾ അല്ലേ? ബൈ ലുക്കിംഗ് നമുക്ക് പറയാൻ പറ്റും. ഓൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോകും, ഇൻഡക്ടർ ചാർജ് ആവും. ഓഫ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടർ ഡിസ്ചാർജ് ആവും, ഇതിലൂടെ പോകും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് നോക്കാം. സോ ഓൺ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഉണ്ടാവും, ഓഫ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഉണ്ടാവില്ല. ഓൺ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഉണ്ടാവും, ഓഫ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഉണ്ടാവില്ല. ഓൺ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഉണ്ടാവും. സോ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പറയാൻ പറ്റും? നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വോൾട്ടേജ് ഉണ്ടാവും, ഓഫ് ചെയ്യുമ്പോൾ വോൾട്ടേജ് സീറോ. ഓൺ ചെയ്യുമ്പോൾ വീണ്ടും വോൾട്ടേജ് ഉണ്ടാവും, ഓഫ് ചെയ്യുമ്പോൾ സീറോ. ഇത് ആക്ച്വലി ഇങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രാഫാണെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യുന്ന സമയത്ത് പോകും, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ. ഓൺ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഉണ്ടാവും, ഓഫ് ചെയ്യുന്ന സമയത്ത് സീറോ. അത്രയേ ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റാണിത്. അപ്പം ഈ ഒരു സാധനത്തിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഗുഡ്. ഞാൻ ഇടയിൽ ഒരു ഇതും കൂടെ വരയ്ക്കുന്നുണ്ട്. കുറച്ചധികം സാധനങ്ങൾ കാണാം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള കറണ്ടാണ് IL എന്ന് പറയുന്നത്. IL എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, സീറോന്ന് നേരെ എന്താവില്ല, മാക്സ് ആവില്ല, പയ്യെ മാക്സ് ആവത്തുള്ളൂ. അതേപോലെ പയ്യെ കുറയത്തുള്ളൂ, പയ്യെ മാക്സ് ആവത്തുള്ളൂ, പയ്യെ കുറയത്തുള്ളൂ, പയ്യെ മാക്സ് ആവത്തുള്ളൂ. ഓക്കെ, ഇതിനെ നമ്മൾ IMAX എന്ന് വിളിക്കും, കാരണം മാക്സിമം കറണ്ടുള്ള പോയിന്റ്. ഇതിനെ നമ്മൾ IMINIMUM എന്ന് വിളിക്കും, കാരണം മിനിമം കറണ്ടുള്ള പോയിന്റ്. സോ അതിന് അക്രോസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് സ്വിച്ചിന് അക്രോസ് ഉള്ള കറണ്ട് എന്ന് പറയാം. സ്വിച്ചിന് അക്രോസ് ഉള്ള കറണ്ട് IS എന്ന് പറയാം. സ്വിച്ചിന് അക്രോസ് ഉള്ള കറണ്ട് ഏതാ? സ്വിച്ച് ക്ലോസ് ആകുമ്പോൾ മാത്രമേ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യത്തുള്ളൂ. സോ ക്ലോസ് ആകുമ്പം ഉള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ക്ലോസ് ആകുമ്പോൾ ഉള്ള ഈ ഭാഗമില്ലേ, അത് അതേപോലെ ഇങ്ങനെ എടുത്ത് വരച്ചാൽ മതി. ക്ലോസ് ആകുമ്പോഴുള്ള റീജിയൻ, ക്ലോസ് ആകുമ്പോൾ കണ്ടോ ഇവിടുന്ന്, ഇതാണ് എന്ത്? സ്വിച്ചിന് അക്രോസ് ഉള്ള കറണ്ട് എന്ന് പറയുന്നത്. ഇനി സ്വിച്ചിന് അക്രോസ് ഉള്ള, സ്വിച്ചിനല്ല, നമ്മുടെ ഡയോഡിന് അക്രോസ് ഉള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ID. ഡയോഡ് എപ്പോൾ ആക്ട് ചെയ്യുന്നത്? ഓപ്പൺ ആകുമ്പോൾ. ഓപ്പൺ ആവുന്ന സമയത്തുള്ള കറണ്ട് ഇൻഡക്ടറാണല്ലോ അവിടെ ഡിസ്ചാർജ്. എല്ലാ കറണ്ട് ഇൻഡക്ടറിനുള്ളിൽ കൂടെ പോകുന്നു. അപ്പോൾ ഈ കറണ്ട് ഗ്രാഫെല്ലാം ഇൻഡക്ടറിൻ്റെ കറണ്ട് ഗ്രാഫുമായിട്ട് സെയിം ആയിരിക്കും. സോ ഇത് ഇൻഡക്ടറിൻ്റെ കറണ്ട് ഗ്രാഫിലുള്ള ഓഫ് ചെയ്യുന്ന സമയത്തുള്ള റീജിയൻ മാത്രം എടുത്ത് വരച്ചാൽ മതി. പക്ക. സോ ഈസി. ഇത്രയേ ഉള്ളൂ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ പകുതി ഭാഗം നമ്മൾ കവർ ചെയ്തു എന്നുള്ളതാണ്. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതിന്റെ ഒരു ഡെറിവേഷൻ കൂടെ നമുക്ക് നോക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എന്ത് പഠിക്കാം? ഈ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഡെറിവേഷൻ പഠിക്കാം. അറ്റ് സ്വിച്ച് ഈസ് ക്ലോസ്ഡ്. സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? VL ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വോൾട്ടേജ് മൈനസ് ഇവിടെയുള്ള വോൾട്ടേജ്. ഇവിടെയുള്ള വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാം? VS സോഴ്സ് വോൾട്ടേജ് എന്ന് വിളിക്കാം. ഇവിടെയുള്ള വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാം? V0 ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വിളിക്കാം. അപ്പം ഇവിടെയുള്ള വോൾട്ടേജ്, ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജും ഈ സോഴ്സ് വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഇൻഡക്ടറിലുള്ള വോൾട്ടേജ്. അപ്പോൾ വിച്ച് മീൻസ് വി ക്യാൻ സേ ദാറ്റ് VS - V0. സോ ഈസി അല്ലേ? സോ ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ഒരു സാധനം കിട്ടിയ സ്ഥിതിക്ക് അടുത്തായിട്ട് നമുക്ക് VL ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്തുള്ള നോക്കാം. അറ്റ് സ്വിച്ച് ഈസ് ഓഫ് അല്ലെങ്കിൽ ഓപ്പൺ. സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് എന്താ നടക്കുന്നത് നോക്കാം. സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ടറിൻ്റെ സാധനം മാത്രമേ ഉള്ളൂ. അപ്പം ഇൻഡക്ടറിൽ ചാർജ് ചെയ്ത സാധനമാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പം VL എന്ന് പറയുന്നത് ഫുൾ ഡിസ്ചാർജ് ആവും, -V0. VL - V0 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം VL + V0 എന്ന് പറയുന്നത് 0 ആണ്, കാരണം ഇൻപുട്ടിൽ നിന്ന് വോൾട്ടേജ് ഒന്നും വരുന്നില്ല. സോ VL = -V0 എന്ന് പറയാം. നമുക്ക് അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് പറയാം VL എന്ന് പറയുന്നത് എന്താ -V0 ആണ് എന്നുള്ള ഒരു കാര്യം. അതിൽ നിങ്ങളൊരു ടേം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ പറയുന്ന പേര് ഡ്യൂട്ടി റേഷ്യോ എന്നുള്ളതാണ്. വാട്ട് ഈസ് മീൻ ബൈ ഡ്യൂട്ടി റേഷ്യോ? ഡ്യൂട്ടി റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, T on / T എന്നുള്ളതാണ്. T on എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺ ചെയ്യുന്ന പീരീഡ് ഡിവൈഡ് ബൈ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഒരു സൈക്കിൾ, ഓൺ ഓഫ് സൈക്കിളിൻ്റെ പീരീഡ്, അല്ലെങ്കിൽ T on + ഓഫ് എന്ന് നമുക്ക് ഇടാം, അല്ലെങ്കിൽ T on / T എന്നിടാം. = നമുക്ക് D എന്ന് എഴുതാം. സോ ഇത് നമുക്ക് T on എന്ന് പറഞ്ഞാൽ എന്താ?
DT എന്ന് എടുത്തൂടെ, അതവിടെ ഓർമ്മ വെച്ചോ, നമുക്ക് ആവശ്യം വരും. സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ ഡെറിവേഷൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിന്നൊരു കുഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. വോൾട്ട് സെക് ബാലൻസ് എന്നാണ് ഇതിനെ പറയാം. വോൾട്ട് കാണുന്നുണ്ടോ, ഇങ്ങോട്ടേക്ക് എടുക്കാം. വോൾട്ട് സെക് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂൾ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഓൾവേസ് അതിൻ്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് പറയുന്നൊരു സാധനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് പറയുന്നൊരു സാധനമാണ്. സോ നമുക്ക് നോക്കാം. VL ഓൺ എന്ന് പറഞ്ഞാൽ VL ഓൺ T ഓൺ ആവുന്ന സമയത്ത് പ്ലസ് VL ഓഫ്, ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് T ഓഫ് ഉള്ള സമയത്ത് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും അല്ലേ. സോ VL ഓൺ നമ്മൾ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, VL ഓൺ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു VS മൈനസ് V0. സോ ഫ്രം ദാറ്റ് VS മൈനസ് V0. T ഓൺ നമ്മൾ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, T ഓൺ ഇപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, T ഓൺ എന്ന് പറഞ്ഞാൽ DT പ്ലസ് VL ഓഫിന് നമ്മളെന്തോ പറഞ്ഞല്ലോ മൈനസ് V0. T ഓഫിന് നമ്മളെന്തോ പറഞ്ഞല്ലോ T ഓഫ് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. T ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയും 1 മൈനസ് D ഇൻറ്റു T എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം ഉണ്ട്. അത് നമുക്ക് ഇതിന്ന് തന്നെ ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ അത് ഡിറൈവ് ചെയ്ത് ചുമ്മാ ടൈം കളയുന്നില്ല, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം. സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും V0 ഈക്വൽ ടു DVS എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കിട്ടും. V0 ഈക്വൽ ടു DVS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി റേഷ്യോ എന്നാണ്. ഡ്യൂട്ടി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ടൈം എപ്പോഴും ഓൺ ടൈമിനേക്കാളും കൂടുതലാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഡ്യൂട്ടി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഡ്യൂട്ടി റേഷ്യോ എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം ടോട്ടൽ ടൈം ഓൺ ടൈം വെച്ച് നോക്കുമ്പോൾ ഓൺ ടൈം അല്ലേ ചെറുത്. അപ്പോൾ ചെറിയ സാധനം മീത വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഓൺ ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ടൈമിനേക്കാൾ ഓൾവേസ് കുറവായിരിക്കും. സോ അതും ഇത് വരുന്നതുകൊണ്ട് തന്നെ D എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് V0നേക്കാളും ചെറുതായിരിക്കും. സോ VS ഷുഡ് ബി ലെസ് ദാൻ V0 എന്ന് പറയാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നമ്മുടെ ബക്ക് കൺവേർട്ടർ. സോ ബക്ക് കൺവേർട്ടറിനെ കുറിച്ച് മനസ്സിലായി എന്ന് വരുന്നു. ഇതിൽ വേണം നമുക്ക് കപ്പാസിറ്റർ, നമ്മളിത് എവിടെയും കപ്പാസിറ്ററിനെ പറഞ്ഞില്ല അല്ലേ. കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് എന്തായാലും 0 ആയിരിക്കും. ഓൾമോസ്റ്റ് അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് അതിന് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, അത് വേണം നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ആംബിയർ സെക് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരെ അപ്ലൈ ചെയ്ത് ഡിറൈവ് ചെയ്താൽ മതി. വെറുതെ പറഞ്ഞ് ഞാൻ ടൈം കളയുന്നില്ല. ആക്ച്വലി കപ്പാസിറ്റർ വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബക്ക് കൺവേർട്ടറിൻ്റെ വർക്കിംഗ് സമയത്ത്, ഈ ഒരു ബക്ക് കൺവേർട്ടറിൻ്റെ വർക്കിംഗ് സമയത്ത് ഈ സ്വിച്ചിങ് നടക്കുമ്പോൾ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ടേം ഈസ് കോൾഡ് ട്രാൻസിയൻറ്റ് വോൾട്ടേജ് എന്നുള്ളതാണ്. സോ ഈ ഒരു ട്രാൻസിയൻറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ടേമിനെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ട്രാൻസിയൻറ്റ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നോർമൽ AC സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് കരുതിക്കോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 230 വോൾട്ട് വരുന്നുണ്ട്. DC-ൻ്റെ കേസ് അവിടെ നമ്മൾ പറയുന്നത്, പക്ഷേ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസിയൻറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് 0 വരുന്നില്ല. നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടിയിട്ട് കുറഞ്ഞിട്ട് നമ്മളുടെ ഒരു 230 റേഞ്ചിൽ തന്നെ പിന്നെ പോകുന്നതാണ്. ഇതാണ് ഒരു ഏകദേശം 230 റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ വളരെ വെരി ഹൈ ആയിട്ട് നമ്മളുടെ വോൾട്ടേജ് ചേഞ്ച് ആവുന്നുള്ളതാണ്. സോ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് കണ്ടമാനം സ്വിച്ചിങ് ഉണ്ട്. എന്തുകൊണ്ടത് ചേഞ്ച് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ്. ആ ഒരു സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്ന സമയത്തുള്ള സ്വിച്ചിങ് മൂലം ഉണ്ടാകുന്ന ഒരു ഫിനോമിനയാണ് ഈ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സ്പൈക്ക് ഇവിടെ കേട്ടോ നമ്മുടെ കേസിൽ ഈ സ്വിച്ചിങ് മൂലം ഉണ്ടാകുന്ന ട്രാൻസിയൻറ്റ് വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ആക്ച്വലി ഈ ഒരു കപ്പാസിറ്റർ ഇതിൽ വയ്ക്കുന്നത് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബക്ക് കൺവേർട്ടർ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ സാധനം വോൾട്ട് സെക് ബാലൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സാധനം പറഞ്ഞാൽ മതി. V0 എന്ന് പറയുന്നത് ഡ്യൂട്ടി റേഷ്യോ ഇൻറ്റു VS, സോഴ്സ് വോൾട്ടേജ് ഇൻറ്റു ഡ്യൂട്ടി റേഷ്യോ എന്നുള്ളതാണ്. ഡ്യൂട്ടി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ ഓൺ ഓഫ് ടൈമിൻ്റെ ആ ഒരു റേഷ്യോ ആണെന്നുള്ളതാണ്. T ഓൺ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ് എന്നുള്ളത്. സോ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും. ഈ സ്വിച്ച് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് ചെയ്യുന്നത് എത്ര സമയം, ഉദാഹരണമായിട്ട് നമുക്ക് എത്ര വോൾട്ടേജ് വേണോ അതിനനുസരിച്ചിട്ട് ഈ ഡ്യൂട്ടി റേഷ്യോ ചേഞ്ച് ചെയ്താൽ മതി. ഡ്യൂട്ടി റേഷ്യോ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അവിടെയുള്ള T ഓൺ ചേഞ്ച് ചെയ്താൽ മതി, ഓൺ ചെയ്യുന്ന സമയം ചേഞ്ച് ചെയ്താൽ മതി. സോ അത് നമുക്ക് പ്രോഗ്രാം ചെയ്ത് കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ്. ദിസ് ഇസ് ഓൾ അബൌട്ട് ബക്ക് കൺവേർട്ടർ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലായി തരുന്നത്. ദാറ്റ്സ് ഓൾ. നമുക്ക് ബൂസ്റ്റ് കൺവേർട്ടറിനെ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ പഠിക്കുന്നത്. ഒക്കെ കൂടെ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു, ബട്ട് ഇറ്റ് വുഡ് ബി ലെങ്തി ഗൈസ്. സോ ഇങ്ങനെ പഠിച്ചു പോയാൽ മതി. മനസ്സിലായി എന്ന് തോന്നുന്നു. താങ്ക് യു.